ഞാൻ ഈ ഗിറ്റാർ പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ എൻ്റെ സാറ് ഇങ്ങനെ എല്ലാ വീക്കും എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. എന്നിട്ട് ആ വീക്കിൻ്റെ എൻഡിങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ വായിച്ചു കൊടുക്കണം. ഞാൻ അത്യാവശ്യം വൃത്തിക്ക് ചെയ്യായിരുന്നു അതൊക്കെ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അത് വലിയൊരു മണ്ടത്തരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഞാനിങ്ങനെ വായിച്ചു കൊടുക്കും. കാരണം ക്ലാസ്സിൻ്റെ തലേന്ന് കുത്തിരുന്നിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വായിച്ചു കൊടുക്കും. പക്ഷേ പെട്ടെന്ന് ഒരാളെന്നോട് പറയുകയാണ് എന്തെങ്കിലും ഗിറ്റാർ വായിക്കാൻ പറഞ്ഞാൽ എനിക്കൊന്നും വായിക്കാൻ അറിയില്ല. അപ്പോൾ മെല്ലെ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയല്ല അത് ശരിക്കും പഠിക്കേണ്ടത്. അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ എന്ത് ചെയ്തു, ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പഠിത്തമൊക്കെ മാറ്റിയിട്ട് ഞാൻ എല്ലാ ദിവസവും എനിക്കിഷ്ടപോലെ ഞാൻ എന്ത് ചെയ്യും, ഒരു 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ വായിക്കും. അങ്ങനെ എനിക്ക് ഗിറ്റാർ ഇഷ്ടപ്പെടാനും തുടങ്ങി. മാത്രമല്ല എനിക്ക് എന്ത് വായിക്കാൻ പറ്റും. ഞാൻ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് വായിക്കാൻ എനിക്ക് പറ്റുന്ന ലെവലിൽ, എന്ത് വായിക്കുന്ന പറഞ്ഞാൽ എനിക്ക് അറിയുന്ന സാധനങ്ങൾ എന്തും പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ലെവലായി. കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ ആ സാധനമുണ്ട്. ഇപ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിലെ പഠനത്തിൽ ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം അതിൻ്റെ തലേന്നൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി മേ ബി ആ ചെറിയ എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൽ മാർക്ക് കുറയും, അതിലൊരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിലുള്ളൂ, നിങ്ങൾ ലോങ് ടേം മെമ്മറിയിലൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ 10 മിനിറ്റ് അല്ല, കുറച്ചുകൂടി ഒരു സമയം, 1 മണിക്കൂറൊക്കെ നിങ്ങൾ ഡെയിലി നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടേം യൂണിറ്റ് ടെസ്റ്റിലും ഇപ്പോൾ എക്സാമിലൊക്കെ ചിലപ്പോൾ മാർക്കിൽ ഇപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ടെങ്കിലും, പക്ഷേ ലോങ് ടേം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനൽ എക്സാം എന്ന രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പഠിക്കുന്നതിനെ പറ്റി ഒന്ന് വേണേൽ കൺസിഡർ ചെയ്യാവുന്നതാണ്.